അമീന ടൈലേഴ്സ് അല്ലേ ഇത്? അതെ അതെ. ഓക്കെ ഓക്കെ ഓക്കെ. അതിലെ മൂൽ ഹൈദ്രോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇറച്ചിവെട്ടുകാരൻ, പാർവതിയുടെ ബാപ്പ. അതെ, ഈ അതിൻ്റെ അവസാനത്തെ ഒരു നിമിഷമാണ് ഇയാൾ മനുഷ്യനാകുന്നത്, പടം തീരാൻ നേരത്ത്. അതുവരെ അയാൾ ഭയങ്കര ബ്രൂട്ടൽ. ഈ ഇറച്ചി വെട്ടിയൊക്കെ ഇയാൾക്ക് രക്തവും അതൊന്നും പ്രശ്നമല്ല. അങ്ങനെ വന്ന് ലാസ്റ്റ് ഹീറോഷിപ്പ് ഉണ്ടാവുമല്ലോ. ഏത് പടത്തിലും എനിക്ക് രഘുവിനൊക്കെ ഞങ്ങൾ 14 റീലുള്ള പടത്തിലെ 13 റീലിലും കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് റീലിലൊന്ന് ഒതുങ്ങി കൊടുക്കണമല്ലോ, ഇടി കൊള്ളാനായിട്ട്. അങ്ങനെ ഒതുങ്ങി കഴിയുമ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, ബാപ്പ നമ്മളെ കൊന്നാലും ഇയാളിവിടെ പോവുള്ളൂ എന്ന് പറയുമ്പോൾ ഇയാൾ കത്തി താഴത്തേക്ക് ഇട്ട് ഇയാളുടെ കണ്ണ് നിറയുന്നിടത്താണ് പടം തീരുന്നത്. വെരി ഗുഡ്. ഈ ആദ്യം ഈ കാർലോസ്, അതാണ് എൻ്റെ മനസ്സിൽ എന്നും തന്നെ. തമ്പി കണ്ണന്താനത്തിന് ഇന്ദ്രജാലം മറ്റേ അതിനു മുമ്പ് മറ്റേ ഒരു നാടകമായിരുന്നല്ലോ, ഫേമസ് ആയ ഒരു നാടകം, കാട്ടുകുതിര. അത് പിന്നെ സിനിമയായി ഇത് വന്നു. അന്ന് നമ്മളില്ലായിരുന്നു. അതെ കാട്ടുകുതിര എന്ന് പറഞ്ഞപ്പോഴേ, അല്ല ഇതൊരു ഒറിജിനൽ കാട്ടുകുതിര അല്ല, അത് ചോദിക്കാനാ വന്നത്. കാട്ടുകുതിരക്കകത്ത് നമ്മൾ പലപ്പോഴും സെറ്റിൽ വെച്ച് കാണുമ്പോൾ ഞാൻ സംഭവം ചോദിക്കാറുണ്ട്. അതിലൊരു ഒത്തിരി സാധനം ഡയലോഗ് ഉണ്ടല്ലോ, പുറത്താരണ്ട് വന്ന് നിന്നിട്ട് ചോദിക്കുന്ന ഒരു സാധനം. പഴനിക്ക് പോകാൻ വേണ്ടിട്ട് 2 ഭക്തര് കാവ്യൊക്കെ കൊടുത്ത് വന്നിട്ട് ഇയാള് പിഴച്ച സാധനമല്ല, ആരെയും കളിയാക്കുന്ന സാധനമാണ്. ഇപ്പൊ ഭാര്യയായിട്ട് ഏതാണ്ട് ഭാര്യേനെ ഇങ്ങനെ കളിയാക്കി ഒതുക്കി നിൽക്കുമ്പോഴാണ് ഇവന്മാർ പുറത്തുനിന്ന് ഹരഹരോഹരാ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇയാളെ സ്ഥിരം ഭാഷയുണ്ട്, ഉവ്വ സ്വാമിയേ ഹരഹര ഉവ്വ ഉവ്വ. ഇവന്മാരകത്ത് കയറി വന്നു, എന്താണ്? ഞങ്ങൾ പളനിക്ക് പോകാൻ വന്നതാണ്. എങ്ങനെ ഞങ്ങളെ പളനിക്ക് പോകാൻ വന്നതാണ്. മങ്കേ പാലക്കാട്ട് എന്നിട്ട് എങ്ങാട്ട് പോകണം? അതാ പാലക്കാട്ട് വരെ പോകാണ്ടേ? നിങ്ങൾ എന്താ മനുഷ്യനെ ഈ പറയുന്നത്? അല്ല ഇതുങ്ങളെ പളനി പോകാനുള്ള വഴി തേടി നടക്കുക. നമ്മത് പറയും വഴിയൊക്കെ ഞങ്ങൾക്കറിയാം, 100 വീട് തെണ്ടിയേക്കാവുന്ന നേർച്ചയുണ്ട്. എങ്ങനെ 100 വീട് തെണ്ടിയേക്കാവുന്ന നേർച്ചയുണ്ട്. കണ്ടാ നെകളിപ്പ് കണ്ടാ, ഞങ്ങളെ തെണ്ടിക്കല്ലേ ഭഗവാനെ, നാളെ മുമ്പയൊക്കെ പ്രാർത്ഥിക്കണം, തെണ്ടിയേക്കാവുന്ന പ്രാർത്ഥിക്കണം. സത്യത്തിൽ ഭയങ്കര കാരണം ഞാൻ മൂപ്പരായിട്ട് ഏത് സെറ്റിൽ ആ സമയത്ത് ചെല്ലുമ്പോൾ ഞാൻ പറയും ഒന്നും പറയും ഭയങ്കര സാധനമാണ്. സമാധാനം തരത്തില്ല, ടെൻഷൻ അടിച്ച് പഠിച്ചോണ്ടിരിക്കുമ്പോ കാട്ടുകുതിര അത് പടമാക്കിയപ്പോൾ ഞാൻ എല്ലാവരും എന്നേക്കാൾ ശക്തനായി തിലകൻ ചേട്ടനായ കാര്യം ചെയ്തത്. എങ്കിലും എനിക്ക് അത് കിട്ടാത്തതിലുള്ള ഒരു വേദന ഇപ്പോഴും എന്നിൽ വിട്ടുമാറിയിട്ടില്ല. കാര്യം വിശന്ന് നിൽക്കുന്ന ഒരു കുട്ടിയോട് ഒരു മോഡേൺ ബ്രെഡിൻ്റെ വണ്ടി വന്നിട്ട് മോനെ ഇതൊക്കെ ഇറക്കിത്താ സഹായിക്ക്, മോനൊരു പാക്കറ്റ് ബ്രെഡ് തരാമെന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് ഇതെല്ലാം ചുമപ്പിച്ച് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വണ്ടി വിട്ടു പോയി കഴിയുമ്പോൾ അവൻ്റെ വയറിൻ്റെ ഒരു കാളലില്ലേ, അതിനകത്തൊന്നും ഒരു ദുഃഖമില്ലേ? ആ ദുഃഖം എനിക്കുള്ളൂ. മനസ്സിലായി. കാർലോസ് എന്ന് പറഞ്ഞാൽ തമ്പിച്ചായനെ ഈ പടം നാടകങ്ങളെല്ലാം കണ്ടിട്ട് ഒരു ഈ കാട്ടുകുതിരയിലെ കൊച്ചുവാവ നഷ്ടപ്പെട്ടത് ഞാനൊരു പ്രസിദ്ധീകരണത്തിൽ എഴുതി, നേനായിൽ എഴുതി. അപ്പം അത് വായിച്ചിട്ട് തമ്പി കണ്ണന്താനും ഡെന്നീസ് ജോസഫും കൂടെ എന്നെ വിളിക്കുകയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞ നാടകമൊക്കെ ഉണ്ട്, നിങ്ങൾ നാടകം നിർത്തുക, ഇനി നാടകം നിർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു നല്ല അവസരമാണെന്ന് തോന്നുന്നു. മോഹൻലാലിൻ്റെ പടമാണ്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. അന്നും അപ്പോൾ സ്വന്തം ട്രൂപ്പാണ്, നമുക്ക് വേണമെങ്കിൽ നിർത്താം. പക്ഷേ 10-16 പേര് നമ്മുടെ ഡിപ്പെൻഡൻസ് ഉള്ളത് കൊണ്ട് പകരം വേറെ ആളെ വെച്ചിട്ട് ഞാൻ എഗ്രിമെൻറ്റ് വെച്ച് ബോംബെക്ക് പോകുമായിരുന്നു. പക്ഷേ ആ കാർലോസിൻ്റെ ഹാങ് ഓവറിൽ കഴിക്കുന്ന ചോറാണ് ഇന്ന് ഈ 4 ഭാഷയിലും ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാർലോസ് ഉണ്ടാകാൻ കാര്യം ഈ ഒരു കാട്ടുകുതിരയാണ്. കാട്ടുകുതിര ഉണ്ടാകാൻ കാര്യം എന്നമ്പിള്ള സാറിൻ്റെ ഗുരുകുലത്തിലെ എനിക്ക് കിട്ടിയ നാടക വിദ്യാഭ്യാസമാണ്. കുട്ടിക്കാലത്ത് ഈ വില്ലൻ കഥാപാത്രം മനസ്സിലുണ്ടായിരുന്നു. ഈ വില്ലൻ തോന്നാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഹീറോയുടെ പെർഫോമൻസിനൊരു ലിമിറ്റുണ്ട്. അയാൾ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നൊക്കെ അഭിനയിക്കണം. നമുക്ക് അങ്ങനെയല്ല, നമുക്ക് സട കൊടഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി തിരിക്കാം.